ഞാൻ ആദ്യം തന്നെ വീണ് പോയത് അവളുടെ ആ ഉണ്ടക്കണ്ണും പിന്നെ ആ നഴ്സിംഗ് യൂണിഫോമിൽ അവൾ മുടിയൊക്കെ കെട്ടിയിരുന്നത്. അന്ന് ഭയങ്കര മുടിയായിരുന്നു അവൾക്ക്. ഞാൻ ലൂത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവൾ സെക്കൻഡ് ഇയർ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ജത്തിനാണെങ്കിൽ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ പീഡിയാട്രിയിലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സീനിയേഴ്സുമായിട്ട് റൗണ്ട്സിൻ്റെ ഇടയിലാണ് ഞാൻ ആദ്യമായിട്ട് അവളെ ആ കോറിഡോറിൽ വെച്ച് കണ്ടത്. അവിടെ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്തു. അപ്പം തന്നെ ഒരു സ്പാർക്ക് അടിച്ചു. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു തലേ ദിവസം. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് അവളെ കാണാൻ പറ്റിയില്ല. എന്നും കാണുമായിരുന്നു. അപ്പം ഒരു ഐ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് അവൾക്ക് അറിയത്തുമില്ല എനിക്കിഷ്ടമായിരുന്നു എന്നൊന്നും. ജസ്റ്റ് ഗ്ലാൻസും അതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ക്ലാസ്മേറ്റ്സിൻ്റെ അടുത്ത് ചോദിച്ചു അവളെ ഒന്ന് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഒരാവശ്യമുണ്ടെന്ന് പറഞ്ഞ്. പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നഴ്സിംഗ് പിള്ളേരെ വിളിക്കുമ്പോൾ ഞാനും ആ കൂടുതലുണ്ടായിരുന്നു. എന്നിട്ട് കറക്റ്റ് ഞങ്ങളൊരു ലൂത് ഹോസ്പിറ്റലിൽ ഒരു കോറിഡോറുണ്ട്, കോമൺ കോറിഡോറുണ്ട്. അവിടെ ചെന്ന് ഞാൻ എൻ്റെ കാലും കൈയൊക്കെ വരച്ച് അവൾ പിന്നെ ചിരിച്ചില്ല. അങ്ങനെ കണ്ടുകൊണ്ട് അവസാനം ഒരു ദിവസം എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു. ഞാൻ പ്രപ്പോസലിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടമാണെന്നങ്ങ് തുറന്നടിച്ച് പറഞ്ഞു. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇഷ്ടമായിരുന്നു ആളെ. ഇൻസ്റ്റൻറ്റ് റിജക്ഷനേക്കാളും നല്ലത് ആലോചിച്ച സമയമെടുത്ത് പറഞ്ഞാൽ മതി എന്ന് ക്ലീശ ഡയലോഗ് അടിച്ചിട്ട് ഞാൻ റൗണ്ട്സിലേക്ക് തിരിച്ചു പോയി. അത് പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യിച്ചു. പിന്നീടാണ് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മിസ് പറഞ്ഞു. പിന്നെ അടുത്തത് പിന്നെ വൈകുന്നേരങ്ങളുടെ മെസ്സേജുകളായി. പിന്നെ മെസ്സേജ് എല്ലാ ദിവസമായി. ഇപ്പോൾ ഇവിടെ വരികയായി. എനിക്ക് പറ്റിയ ആളാ, അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഞാൻ പൊതുവെ ലിവ് ടുഡേ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ഒരാളാണ്. എല്ലാം ഒരു ഓർഡറിലാണ് പോകുന്നത്. ഞാൻ ഇത്തിരി ക്ലംസി ആ കാര്യത്തിൽ. പക്ഷെ അവൾ നേരെ ഓപ്പോസിറ്റാണ്. അവൾ ഫ്യൂച്ചർ മാത്രം കണ്ടിട്ട് പോകുന്നു, ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ജീവിക്കുന്നു. അപ്പോൾ തോന്നുന്നു രണ്ടുപേരും നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അട്രാക്ട് ചെയ്തതായിരിക്കണം മെയിനായിട്ട്. ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ എൻ്റെ എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നഴ്സിംഗ് കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു മോട്ടിവേഷൻ തന്നെ അവനായിരുന്നു. എന്നെ ലീഡ് ചെയ്യാൻ അവനുണ്ടായിരുന്നു. ഞാൻ UK യിലായിരുന്നപ്പോഴും ഇവിടെ ആയിരുന്നപ്പോഴും എനിക്ക് ഒറ്റപ്പെടൽ തോന്നിയിട്ടില്ല. എപ്പോഴും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ ഒരാളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഓഫ് കോഴ്സ് നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാം, നന്നായിട്ട് കെയർ ചെയ്യും. അത് തന്നെയാണ് അവനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.
സന്തോഷമാണ്. പിന്നെ അപ്പനെയും അമ്മനെയും വിട്ടു പോകുന്നതിന് സങ്കടമുണ്ട്. പിന്നെ പുതിയ ഫാമിലി ആയിട്ട് മീറ്റ് ചെയ്യാം, അവരെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിപ്പോഴേ. പിന്നെ കുറച്ചും കൂടെ ടൈം അവരോട് സ്പെൻഡ് ചെയ്യാം. എല്ലാ വികാരങ്ങളും ഒന്നിച്ചു കൂടി ഒരു ദിവസം എനിക്കിന്നത്.